എവിടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മണിമണിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നവനാ. പറയുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ കലാമ് ചോദിക്കുമ്പോ അറിയുന്നില്ല. പള്ളിപ്പറമ്പിന്റെ കബറാകുന്ന വീട്ടിലേക്ക് ഇറക്കി വെക്കുന്ന സമയോ മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിലെ മദ്രസയിലെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കുട്ടിയോട് പഠിപ്പിക്കുന്നുണ്ട്, ഉസ്താദുമാര് മക്കളെ മരണമുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുകൊണ്ട് പള്ളിപ്പറമ്പിന്റെ കബറിലേക്ക് നമ്മളെ മയ്യത്തിറക്കി വെക്കുമ്പോ കബറാകുന്ന വീട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്ന ടൈമിനാണ് കബറിന്റെ ഉള്ളിലേക്ക് അതാ ചോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മലക്കുകൾ വരുമ്പോ, മലക്കുകൾ ചോദിക്കാൻ വേണ്ടി വരുമ്പോ എല്ലാ ദിവസവും സൂറത്ത് മുൽക്ക് പാരായണം ചെയ്ത് കുട്ടിയാണെങ്കിലേ, എല്ലാ ദിവസവും സൂറത്ത് മുൽക്ക് പാരായണം ചെയ്തിരിക്കുന്നവരാണെങ്കിലേ ആ സൂറത്ത് മുൽക്ക് ഒരു മനുഷ്യന്റെ കോലത്തിൽ കബറിലേക്ക് ഇറങ്ങി വരുമ്പോ എന്നിട്ട് മലക്കിനോട് പറയുന്ന, വേണ്ട മലക്കുകളെ, ഇവരോട് ചോദിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇവരോട് ചോദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ഞങ്ങളോട് ചോദിക്കാനല്ലേ നീ ഞങ്ങളെ ഖബർക്ക് പറഞ്ഞേച്ചത്? ഇവിടെ സൂറത്ത് മുൽക്ക് ഞങ്ങളെ തടഞ്ഞു വെക്കുന്നു അല്ലാ. അല്ല പറയുന്ന മലക്കളെ, അവരോട് ചോദിക്കണ്ട മലക്കളെ. പറയുന്ന സൂറത്തുൽ മുജാദിലാകുന്ന ഒരു പേരും കൂടെ മുൽക്ക് സൂറത്തിന് അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുന്നു. എന്റെ ഉമ്മമാരെ, ഇത് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കല്ലേ ഓതാൻ കഴിയുകയുള്ളൂ, ഇത് പഠിച്ചിരിക്കുന്ന മക്കൾക്കല്ലേ ഓതാൻ കഴിയുകയുള്ളൂ. ഇത് ഓതാൻ കഴിയാത്ത മക്കൾ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ അയൽവാസിയായിരിക്കുന്ന ചെറുപ്പക്കാരൻ അതാ റാഹത്തോട് കൂടെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അതാ യൗമ നഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫദാ. റബ്ബിന്റെ അരികിലേക്ക് അതാ റാഹത്തോടെ കയറി വരുമ്പോ ഇവനിങ്ങനെ ചിന്തിക്കുന്ന, അല്ലാഹ് എന്റെ കൂട്ടുകാരനാകിരുന്നല്ലോ, എന്റെ കൂടെ കളിച്ചവനാകിരുന്നല്ലോ, അവൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്നത്? ഈ മഹ്ശറിൽ അവൻ എങ്ങനെയാ വിജയിച്ചത്? അപ്പോഴാണ് അവനോട് ചോദിക്കുമ്പോ അവൻ പറയുന്ന, മോനെ, ഇതെന്റെ ഉമ്മയുടെ പവറാ, ഇതെന്റെ ഉപ്പാന്റെ കാര്യമാ. എന്റെ പാവപ്പെട്ട ഉമ്മയും ബാപ്പി എന്നെ പഠിപ്പിച്ചത് കൊണ്ടാകിരുന്നോ? ഇത് കേട്ടപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നല്ല, എനിക്കുണ്ടേനില്ലൊരു ബാപ്പ, എനിക്കും ഉണ്ടാകിരുന്നല്ലൊരുമ്മ, അവരെന്നെ പഠിപ്പിച്ചിരുന്നുവെങ്കിലേ, അവരെനിക്ക് പഠിപ്പ് നൽകിയിരുന്നുവെങ്കിലേ ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകാകുമാകിരുന്നില്ല എന്ന് വേദനയോടെ പ്രയാസപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോളാ ഈ കുട്ടികളങ്ങ് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനും ബാപ്പാനും കൊണ്ടുവാ റബ്ബേ, ഞങ്ങൾ അവരെ നെഞ്ഞത്ത് കയറിയിട്ടൊന്ന് ചവിട്ടട്ടെ എന്ന നാളെ റബ്ബിന്റെ മഹ്ശറിൽ വെച്ചുകൊണ്ട് കുട്ടികൾ പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് പറയുമ്പോൾ മനസ്സിന്റെ അകത്ത് കയറാതെ എന്തുകൊണ്ടാണെന്നറിയില്ല. ഇത് അറിയാഞ്ഞിട്ടല്ല നിരന്തരം ഓരോ ഉസ്താദുമാര് വഅദ പറയുന്നു. അതുകൊണ്ട് മക്കളെ മദ്രസ പഠനം നിർത്തിവെക്കാൻ പാടില്ല. മക്കൾക്ക് ദീനീ ബോധം പഠിപ്പിക്കണേ, മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണേ, മക്കളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കണേ, മക്കളോട് സൂറത്ത് മുൽക്ക് ഓതാൻ കൽപ്പിക്കണേ. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, ധാരാളം തവണ പറയുമ്പോളാ, ധാരാളം തവണ പറയുമ്പോളാ നമ്മളെ മക്കള് ഖുർആൻ ഓതുകയുള്ളൂ.
ഉമ്മമാരെ, ഞാൻ എന്റെ കുട്ടിയോട് എത്ര പറഞ്ഞിട്ടും എന്റെ കുട്ടി അനുസരിക്കുന്നില്ല. എന്റെ കുട്ടിയോട് ഞാൻ എത്ര പറഞ്ഞിട്ടും മോനത് കേൾക്കുന്നില്ല. പറഞ്ഞിട്ട് നന്നാകുകയില്ലാകുമെന്ന് നിങ്ങൾ ഒരിക്കലോ വിധി പറയണ്ട, വിധി എഴുതണ്ട. മഹാന്മാര് വിശദീകരിക്കുന്നു, ഒരു ഉമ്മയുടെ ദൗത്യം ഉമ്മ നിർവഹിക്കണേ, ഒരു ഉപ്പാന്റെ ദൗത്യം ഉപ്പ നിർവഹിക്കണേ. വാപ്പമാര് ചോദിക്കണം, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചുപ്പാ. മക്കളെ, ഇന്ന് സൂറത്ത് മുൽക്ക് ഓതിയിട്ടുണ്ടോ? സൂറത്ത് മുൽക്ക് ഓതിയിട്ടുണ്ടോ? ഈ സമയത്ത് കുട്ടികൾ പറയുന്ന ഇല്ല. പാപ്പ മക്കളെ കൂട്ടിപ്പിടിച്ചിങ്ങനെ പറയണം, മോനെ മരിക്കുമെന്നറിയില്ല മോനെ, ഖബർ കണ്ടിട്ടില്ല മോളെ. അവിടെ ഇറക്കി വെക്കുന്ന സമയത്ത് നിനക്ക് പേടിയില്ലാതെ കിടക്കണമെങ്കിൽ ഇതൊന്ന് ഓതിക്കൂടെ മോളെ? ചിലപ്പോ നമ്മൾ ആ പറഞ്ഞത് കേട്ട് മക്കൾ ഞമ്മക്ക് വേണ്ടി ഓതും, അപ്പൊ ചോദിക്കല്ലോ എന്ന് കരുതി. പക്ഷേ ആ വർത്താനം നീണ്ടുപോയാൽ ഒരു ദിവസം മക്കളെ കൽബ് കഥ കയറും. ഞാനത് പറയുന്നത് എന്റെ ഉമ്മമാര്, സഹോദരിമാരെ, ട്രെയിനിലൂടെ ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയം, ദീർഘമായിരിക്കുന്ന ഒരു യാത്ര ട്രെയിനിൽ ഞാൻ ചെയ്യുമ്പോൾ അജ്മീറിലേക്ക് യാത്ര പോകുന്ന സമയം, സുബഹിന്റെ സമയമാകി ഞങ്ങൾ ട്രെയിനിൽ വെച്ചുകൊണ്ട് ഞാൻ കിബില നോക്കി ഇങ്ങനെ നിസ്കാരം ഇങ്ങനെ നിസ്കാരം സലാം വീട്ടുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ബേക്കിൽ വന്നു, ഉസ്താദേ എനിക്കും നിസ്കരിക്കണം, എനിക്കൊന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരികയാർന്നേ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം നിസ്കരിച്ചു. ബാക്കിയെല്ലാവരും നല്ല ഉറക്കാ ട്രെയിനിൽ. ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ മൊബൈൽ ചാർജ് ഉണ്ടെങ്കിൽ, മൊബൈലിൽ പരിശുദ്ധ ഖുർആനിലെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തുറന്നു തരുമോ? ഒരു ഖുർആൻ ഒരു പേജ് ഞാൻ ഓതട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ സന്തോഷത്തോടു കൂടെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ മൊബൈലിൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഈ ചെറുപ്പക്കാരന് കൊടുത്തു. അദ്ദേഹം ആ മുസഹഫ് ഖുർആൻ ഇങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് മൊബൈൽ നോക്കി ഓതാ. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, 10-26 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ഖുർആൻ ഇങ്ങനെ ഓതി. ആ കുട്ടി ദ്വാരന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ചെറുപ്പക്കാരന് വല്ലാത്ത മതിപ്പും ബഹുമാനവും സ്നേഹം വന്ന് ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, മോനെ ഈ കുട്ടി നിങ്ങൾ എന്നും ഈ ഖുർആന് സുബൈസ്ക്ക് ചോദലുണ്ടോ? അപ്പൊ ഈ കുട്ടി പറയാ, ചെറുപ്പക്കാരൻ പറയാ, ഞാൻ ഖുർആൻ ഉസ്താദേ ഓതുക എന്ന് പറഞ്ഞത് എന്റെ ഉമ്മാനൊരു നിർബന്ധേനി, എന്റെ ഉമ്മയുടെ നിർബന്ധം. ഉമ്മ സുബൈന്റെ സമയം തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ് പിന്നെ ഞങ്ങളെ വിളിച്ചുണർത്തും. കഷ്ടപ്പാടാ ഉമ്മാക്ക്, കുറേ വിളിക്കണം ഞങ്ങളൊന്ന് എണീറ്റ് കിട്ടാൻ. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ എണീക്കും. അന്ന് ഉമ്മാക്ക് വേണ്ടി ഞങ്ങൾ മെല്ലെ എണീക്കും. ഒതുണ്ടാക്കാന്നൊക്കെ പോകാന്നൊക്കെ പറയും. ഉമ്മ പുറത്തു പോയി ഞങ്ങൾ പുറത്തേക്ക് കിടന്ന് ഉറങ്ങും. അങ്ങനൊക്കെ ചെയ്യും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ 2 പേജ് ഖുർആൻ ഓതാതെ ഉമ്മ ഞങ്ങൾക്ക് തുള്ളി പച്ചളം തരൂല. അത് നിർബന്ധേനും ഉമ്മാക്ക്. അന്ന് ഉമ്മാനെ കുറെ പിരാകും, ഈ തളനോട് കുടുങ്ങിന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു അത്ര സ്ട്രോങ് ആയിട്ട് ഉമ്മ അങ്ങനെ പെരുമാറുമ്പോ അങ്ങനെയായിരുന്നു ഉമ്മയുടെ സ്വഭാവം. അങ്ങനെ എന്ന് ഓതി ഉമ്മാക്ക് വേണ്ടിയാ ഓതി, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇനി ഓതിയത്. അങ്ങനെ ഓതി പോന്ന് ഉസ്താദേ, എന്റെ ഉമ്മ അങ്ങ് മരണപ്പെട്ടു പോയപ്പോഴാ ഉമ്മയുടെ ആ വിളിക്കുന്ന വിളിയുടെ വരെ ഞാൻ മനസ്സിലാക്കിയത്